ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നാളെ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടത് വിദ്യാർത്ഥി സഖ്യവും ABVPയും NSUIയുമാണ് മത്സരരംഗത്തുള്ള പ്രധാന വിദ്യാർത്ഥി സംഘടനകൾ. തെരഞ്ഞെടുപ്പ് ഫലം ഈ മാസം 24-ന് പ്രഖ്യാപിക്കും. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം JNUവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അക്ഷരാർത്ഥത്തിൽ ആവേശഭരിതമാണ്. നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ സെൻട്രൽ സീറ്റുകൾക്ക് പുറമെ 42 കൗൺസിലർമാരെയും തെരഞ്ഞെടുക്കും. ഐസ, SFI, AISF, DSF എന്നിവ ഒരുമിച്ചുള്ള ഇടത് വിദ്യാർത്ഥി സഖ്യവും ABVP, NSUI, ഛത്ര രാഷ്ട്രീയ ജനതാദൾ എന്നീ വിദ്യാർത്ഥി സംഘടനകളും മത്സരരംഗത്തുണ്ട്. ഇക്കുറി മലയാളി വിദ്യാർത്ഥിനിയും മത്സരരംഗത്തുണ്ട്. MA സോഷ്യോളജി 2ാം വർഷ വിദ്യാർത്ഥിനിയായ ഗോപിക ബാബു SFIയുടെ പാനലിൽ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കും. വിദ്യാർത്ഥികൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് നിൽക്കുന്നതെന്ന് ഗോപിക ബാബു പ്രതികരിച്ചു. 4 വർഷമായിട്ട് JNUSU ഇലക്ഷൻസ് നടക്കണില്ല. 2019 കഴിഞ്ഞ ഇലക്ഷൻ നടന്നത്. അത് കഴിഞ്ഞ് കുറേ കൗൺസിലേഴ്സ് പാസ് ഔട്ടായി പോയി. യൂണിയനെ നിലനിർത്താൻ തന്നെ ഓയിഷി ഘോഷ്, നമ്മുടെ ഇപ്പോഴത്തെ ഔട്ട് ഗോയിങ് JNUSU പ്രസിഡന്റും ബാക്കി സഖാക്കളും കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടത് വിദ്യാർത്ഥി സഖ്യമാണ് വിജയിച്ചത്. ക്യാമ്പസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇടത് വിദ്യാർത്ഥി സഖ്യം പരാജയപ്പെട്ടെന്നാണ് ABVP ഉയർത്തുന്ന പ്രചാരണം. ഇടത് സഖ്യത്തിൽ നിന്ന് ധനഞ്ജയും ABVPയിൽ നിന്ന് ഉമേഷ് ചന്ദ്ര അജ്മീരയും NSUIയിൽ നിന്ന് ജുനൈദ് റാസയുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. 24 ഡൽഹി.